കഴിഞ്ഞ കുറച്ച് അധികം വർഷങ്ങളായി ടെലിവിഷനിലും സിനിമയിലും ഒരുപോലെ സജീവമായി നിൽക്കുന്ന അവതാരകയും നടിയുമാണ് ജുവൽ മേരി. അടുത്തിടെ വിവാഹമോചനം, ക്യാൻസർ അതിജീവനം എന്നിവയെക്കുറിച്ച് ജുവൽ നടത്തിയ വെളിപ്പെടുത്തൽ വേറെ വൈറലായിരുന്നു. ആ തുറന്നു പറച്ചിലിന് ശേഷം ഒരു മോചനം കിട്ടിയ ഫീലിംഗാണ് തനിക്കെന്ന് പറയുകയാണ് അഭിമുഖത്തിൽ ജുവൽ മേരി. റിയൽ ലൈഫിൽ ഹീറോയിസം ഫീൽ ചെയ്യുന്ന അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് നടി പറഞ്ഞു. ധന്യവർമ്മയെ അങ്ങോട്ട് വിളിച്ചാണ് ഞാൻ ഇന്റർവ്യൂ കൊടുത്തത്. ഞാനൊരു ഇന്റർവ്യൂ തരാം. എനിക്ക് കുറച്ച് കഥ പറയാനുണ്ട് എന്ന രീതിയിലാണ് അന്ന് ധന്യയോട് ഞാൻ സംസാരിച്ചത്. അതിൽ പറഞ്ഞ പ്രകാരമുള്ള ജീവിതശേഷം അല്ലെങ്കിൽ കാര്യങ്ങൾ തുറന്നു പറഞ്ഞ ശേഷം ഒരു മോചനം കിട്ടിയ ഫീലിംഗാണ് എനിക്കുള്ളത്. കാരണം അതുവരെ കുറേ നുണ പറഞ്ഞാണ് എല്ലായിടത്തും ഞാൻ സർവൈവ് ചെയ്തിരുന്നത്. പ്രധാനമായും തൊണ്ടയിലെ പാടിനെക്കുറിച്ച്. അത് മറക്കാൻ വേണ്ടി ഞാൻ എപ്പോഴും പബ്ലിക് സ്പേസിൽ പോകുമ്പോൾ ചോക്കേഴ്സ് ഇടുമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം വരുമെന്നും ചർച്ച നടക്കുമെന്നും എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. മാത്രമല്ല ഇതിനെക്കുറിച്ച് തുറന്ന് സംസാരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നീട് അത് തുറന്ന് സംസാരിക്കാനുള്ള ആ കരുത്താർജിച്ച ശേഷമാണ് എല്ലാം വെളിപ്പെടുത്തിയത്. ആ ഇന്റർവ്യൂവിന് ശേഷം നമുക്ക് റിയൽ ലൈഫിൽ ഹീറോയിസം ഫീൽ ചെയ്യുന്ന അവസ്ഥയുണ്ടാകുമല്ലോ. അങ്ങനൊരു തലത്തിലായിരുന്നു ഞാൻ. അതുപോലെ സന്തോഷം തോന്നിയ ചില കാര്യങ്ങൾ സംഭവിച്ചു. ക്യാൻസർ സർജറി തയ്യാറെടുക്കുമ്പോൾ ട്രീറ്റ്മെന്റിലിരിക്കുന്നവർക്ക് എനിക്ക് മെസ്സേജ് അയക്കാൻ തുടങ്ങി. അവർ വേറൊരു രീതിയിലാണ് ഇപ്പോൾ ട്രീറ്റ്മെന്റിനെ അപ്രോച്ച് ചെയ്യുന്നത്. ആ മെസ്സേജിലൂടെ എനിക്ക് മനസ്സിലായി. അതുപോലെ എഴുത്തുകാരി, അവരുടെ പേര് ഞാൻ മറന്നുപോയി. അവർ എൻ്റെ ഇന്റർവ്യൂ കണ്ട ശേഷം പരിശോധന നടത്തി. തൈറോയ്ഡ് ക്യാൻസർ ആണെന്ന് കണ്ടെത്തി. ട്രീറ്റ്മെന്റ് ചെയ്ത് സർവൈവ് ചെയ്തു. അതുപോലെ തന്നെ ഡിവോഴ്സും. ഒരുപാട് സ്ത്രീകൾ വിവാഹമോചനത്തെക്കുറിച്ച്, അവരുടെ അവസ്ഥയെക്കുറിച്ചും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അവർ അനുഭവിക്കുന്ന വേദന അതിൻ്റെ പാരമ്യത്തിൽ ഞാൻ അനുഭവിച്ചതാണെങ്കിലും അതെന്നെ അക്കാര്യത്തിൽ മാസ്റ്ററാക്കില്ല. ഞാൻ തെറാപ്പിസ്റ്റ് അല്ലെന്നും ഞാൻ ചെയ്യുന്ന പോലെ ഒരു തെറാപ്പിസ്റ്റിനെ കാണാനും പറയുന്നുണ്ട്. അല്ലാതെ അവരുടെ പ്രശ്നങ്ങൾ ഞാൻ ഏറ്റെടുത്ത അത് കുളമാകും. അവരെ പാതി വഴി ഉപേക്ഷിക്കേണ്ട അവസ്ഥയും എനിക്ക് വരും. അതുപോലെ കുറേ പേർ എന്നെ വിളിച്ച് ഉപദേശിച്ചിരുന്നു. പല മനുഷ്യർക്കും സഹാനുഭൂതിയോടെ സംസാരിക്കാൻ അറിയില്ല. കുറേ വർത്തമാനം പറയാനറിയാം. എൻ്റെ പരിമിതികൾ അറിയാം എനിക്ക്. അതുകൊണ്ട് ആരുടെ ലൈഫിൽ നേരിട്ട് കയറി ഞാൻ ഇടപെടാത്തത്.